ഇന്നെന്തോ ഒരു സുഖമില്ലാത്ത ദിവസമായിരുന്നു. എന്തായാലും ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ കിടന്നത്. പക്ഷെ രാവിലെ എണീറ്റ് മൊത്തത്തിൽ നോക്കിയപ്പോൾ ഒരു ഇരുണ്ട കാലാവസ്ഥ. അതോടെ മൂടൊക്കെ അങ്ങ് പോയിട്ടുണ്ട്. പിന്നെ റെഡിയാവാൻ നോക്കിയിട്ട് ഒന്നിട്ട് റെഡിയാവുന്നില്ല. മുടി കെട്ടി വെച്ചിട്ട് റെഡിയാവുന്നില്ല, അഴിച്ചിട്ടിട്ട് റെഡിയാവുന്നില്ല, ഒന്നും റെഡിയാവുന്നില്ല. ക്ലാസ് അങ്ങ് ലീവാക്കിയാലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി. പക്ഷേങ്കിൽ ലീവാക്കിയിട്ടില്ല, അറ്റൻഡൻസ് നിർബന്ധമാണല്ലോ. പിന്നെ ഒന്നും നോക്കിയില്ല, ബാഗും തൂക്കി ഇറങ്ങി. 2 ബസ്സൊക്കെ കയറിയിട്ടാണ് ഞാൻ ക്ലാസ്സിലെത്താറ്. മൊത്തം റോഡ് പണി ആയതുകൊണ്ട് തന്നെ മാസ്ക് നിർബന്ധം. ഇതൊന്നും മഞ്ഞല്ല, ഫുള്ള് പൊടിയാ. എങ്ങനെയൊക്കെ മാസ്ക് ഇട്ടാലും അവിടെ എത്തുമ്പോഴേക്കും മൂക്കൊക്കെ ചൊറിഞ്ഞൊരു മാതിരിയാവും. പിന്നെ ആസ് യൂഷ്വൽ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തു. പിന്നെ സ്കിൽ ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിൽ ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് ഷെയ്ഡിംഗ് ഒക്കെ ചെയ്യുന്ന ക്ലാസ് ആണ്. എന്റെ കോഴ്സിനെ പറ്റിയും ഇതിനെ പറ്റിയൊക്കെ കുറെ പേര് കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞാൻ Q&A വീഡിയോയിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. 5 മണിയായപ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഷെയ്ഡിംഗ് പെൻസിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ളൊരു കടയിൽ കയറിയപ്പോൾ അവിടെ ഇല്ലാത്ത സാധനം ഇല്ല. ഷോപ്പിലുള്ളവരോട് പെൻസിൽ എടുത്തു വെക്കാൻ പറഞ്ഞിട്ട് ഞാൻ മൊത്തത്തിലൊന്ന് ചുറ്റിക്കണ്ടു. അപ്പോഴാണ് ഞാൻ ഇവിടെ ഒരു കാർഡ്ബോർഡ് വെട്ടിയിൽ മൊത്തം പൈപ്പ് ക്ലീനർ കണ്ടത്. ഞാൻ ആദ്യമായിട്ടാണ് പൈപ്പ് ക്ലീനർ കാണുന്നതും ഇങ്ങനെ തൊടുന്നതും. ക്രോഷേ ചെയ്യാനുള്ള യാണ് കാര്യങ്ങളും ജേർണൽ സെറ്റും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഞാൻ ഈ ജേർണൽ വാങ്ങിച്ചാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ എടുത്തു വെച്ചു. ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള റോഡ് കൂടിയാണ് ഞാൻ ഒറ്റയ്ക്ക് നടന്നു പോകുന്നത്. ആ ധൈര്യം സമ്മതിക്കണം. പൈപ്പ് ക്ലീനർ ആദ്യമായിട്ട് കാണുക മാത്രമല്ല ചെയ്തത്, ആദ്യമായിട്ട് വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട്. കളറൊക്കെ കണ്ടപ്പം പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ആദ്യമായിട്ട് വാങ്ങിയ ഷെയ്ഡിംഗ് പെൻസിൽ പൊട്ടിച്ച് നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. മൊത്തം ഒരേ ഷെയ്ഡ് പെൻസിലാണ് അവരെടുത്തു തന്നത്. നാളെ ഇത് വീണ്ടും അങ്ങോട്ടേക്ക് പോയിട്ട് റീപ്ലേസ് ചെയ്യണം. പിന്നെ യൂട്യൂബിൽ ഷെയ്ഡിങ്ങിന്റെ ക്ലാസ് ഒക്കെ കണ്ട് വരയ്ക്കാന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പെൻസിൽ നമ്മളെ പറ്റിച്ചല്ലോ. അങ്ങനെ ഈ ഒരു ദിവസം ഇങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു പോയി.